ഇനി ഫ്രാക്ഷൻ നമ്പറുകൾ പരസ്പരം കുറക്കുമ്പോൾ ഡിനോമിനേറ്ററുകൾ പരസ്പരം സെയിം അല്ലെങ്കിലോ? ഉദാഹരണം വെച്ച് നമുക്ക് പഠിക്കാം. ഉദാഹരണത്തിന് 2/3 കുറക്കണം 1/2 നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ കൂട്ടുന്നത് ചെയ്തതുപോലെ തന്നെ ഒന്നാമത്തെ ഫ്രാക്ഷനിലെ ഒന്നാമത്തെ ഭിന്നസംഖ്യയിലെ ന്യൂമറേറ്ററിനെ അംശത്തിനെ രണ്ടാമത്തെ ഭിന്നസംഖ്യയിലെ ഛേദം കൊണ്ട് അഥവാ ഡിനോമിനേറ്ററുമായിട്ട് ഗുണിക്കുക. ഇവിടെ 2നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. ഉത്തരം 4 എന്ന് കിട്ടും. അത് നമ്മൾ മാറ്റി എഴുതി വെക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ഫ്രാക്ഷൻ നമ്പറിലെ ന്യൂമറേറ്ററിനെ ഒന്നാമത്തെ ഫ്രാക്ഷൻ നമ്പറിലെ ഡിനോമിനേറ്ററുമായിട്ട് ഗുണിക്കുക. ഇവിടെ നമുക്ക് 1ഉം 3ഉം പരസ്പരം ഗുണിക്കാം. 1 × 3 3 ആണെന്ന് കിട്ടും. അതും മാറ്റി വെക്കുക. ഇനി നോക്കൂ, നമുക്ക് കിട്ടിയ ഉത്തരത്തിന്റെ ഇടയിൽ നമ്മൾ പരസ്പരം കുറയ്ക്കല്ലേ ചെയ്യണത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ചിഹ്നം മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ 4ൽ നിന്ന് 3 കുറക്കുക. ഇനി സാധാ പോലെ നമ്മൾ നടുത്ത വര ഇട്ട് കൊടുക്കുക. ഇനി താഴെയുള്ള 2 ഡിനോമിനേറ്ററുകൾ പരസ്പരം മൾട്ടിപ്പിൾ ചെയ്യുക, ഗുണിക്കുക. ഇവിടെ 3ഉം 2ഉം ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം 6 ആണെന്ന് കിട്ടുന്നു. ഇനി മുകളിലുള്ള 4ൽ നിന്നും 3 കുറക്കുമ്പോൾ 1 ആണെന്നും താഴെയുള്ള ഡിനോമിനേറ്റർ 6 ആണെന്നും ഉത്തരം കിട്ടും. അപ്പോൾ ഇതിന്റെ ഉത്തരം 1/6 ആണ്. ഫ്രാക്ഷൻ നമ്പറുകൾ പരസ്പരം കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ഡിനോമിനേറ്ററുകൾ സെയിം അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം, എന്നിട്ട് ഉത്തരം എഴുതണം. അങ്ങനെയാണെങ്കിൽ 2/6 മൈനസ് 1/3ഉം 2/8 മൈനസ് 1/4 എത്രയാണെന്നൊന്ന് ചെയ്തു നോക്കും.